ഈ തെരഞ്ഞെടുപ്പിൽ UDF ചരിത്ര വിജയം നേടും. സമാനതകളില്ലാത്ത വൻ മുന്നേറ്റമാണ് UDFൻ്റേത്. കാരണം ജനങ്ങൾ മോഡി ഭരണത്തിലും പിണറായി ഭരണത്തിലും വളരെയേറെ നിരാശരാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ പേരും കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണയ്ക്കും. പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ എങ്ങനെയായിരിക്കും ജനവിധി? അല്ല, കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ ഞെട്ടിച്ചൊരു സംഭവമാണല്ലോ. കേരളം ഒരു കാലത്ത് ശ്രദ്ധിക്കപ്പെട്ടത് ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതാണ്. ഇപ്പോൾ കേരളം ലോകശ്രദ്ധയിൽ വന്നത് കോടിക്കണക്കിന് ജനങ്ങളുടെ ആരാധനാ കേന്ദ്രമായ ശബരിമലയിലെ സമ്പത്ത്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വർണം കൊള്ള ചെയ്യപ്പെട്ടൊരു സംഭവം. ആ സംഭവത്തിൽ ഉത്തരവാദികളായിട്ടുള്ളത് ഏറ്റവും അറിയപ്പെടുന്ന ഭരണകക്ഷി നേതാക്കന്മാരാണ്, CPM നേതാക്കന്മാരാണ്. അവരെ ഒന്നും ഇതുവരെ തള്ളി പറയാൻ പോലും CPM തയ്യാറായിട്ടില്ല. അതിനർത്ഥം ഭരണവും പാർട്ടി പിന്തുണയുണ്ട് എന്നുള്ളതാണ്. നടിയെ ആക്രമിച്ച കേസിൽ ഇന്നലെയാണ് ഒരു നിർണായക വിധി വന്നത്. ഈ അതിജീവിതയെ എതിർക്കുന്ന അല്ലെങ്കിൽ അതിജീവിതക്കെതിരായ ഒരു നിലപാടെന്ന് UDF കൺവീനറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലപാടാണോ അത്? നടി ആക്രമിക്കപ്പെട്ട സംഭവം അക്ഷരാർത്ഥത്തിൽ നാടിനെ നടുക്കിയതാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് ഇതുപോലെ അതിക്രൂരമായ ഒരു അതിക്രമം ഒരു അനുഗ്രഹീതയായ നടിക്ക് നേരെ ഉണ്ടായി എന്നുള്ളത് ഒരു കാരണവശാലും ആളുകൾക്ക് ഇതേവരെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അക്കാലം മുതൽ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, കേരളത്തിലെ പൊതുസമൂഹം എല്ലാവരും തന്നെ അതിജീവിതയ്ക്കൊപ്പമാണ്. ഞാനിപ്പോൾ ഓർക്കുന്നു, പ്രിയപ്പെട്ട PT തോമസ് അന്നെടുത്ത ശക്തമായൊരു നിലപാട്. അദ്ദേഹം നിലപാട് വ്യക്തമാക്കുക മാത്രമല്ല, ന്യായയുക്തമായ നീതിപൂർവമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകണം, അതിജീവിതയ്ക്ക് നീതി പൂർണ്ണമായും ലഭിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി അദ്ദേഹം അന്ന് എറണാകുളത്ത് മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് സമീപം നിരാഹാര സമരം ഇരുന്നത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. അന്ന് KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പാർട്ടി കൃത്യമായൊരു തീരുമാനമെടുത്തു, നിലപാട് സ്വീകരിച്ചു. PT തോമസിന്റെ ആ പരിശ്രമത്തിന്, ആ ഉദ്യമത്തിന് അദ്ദേഹത്തോടൊപ്പം പൂർണ്ണമായി നിലപാട് സ്വീകരിച്ചു. കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ പൊതുസമൂഹവും അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർക്ക് നീതി ലഭിക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ്. ഇനിയെങ്കിലും അതിന് സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രത്യാശ. UDF കൺവീനർ അടൂർ പ്രകാശ് ദിലീപിന് പിന്തുണ അറിയിക്കുകയും ഈ തരത്തിലുള്ള വ്യക്തിപരമായ ഏതെങ്കിലും ഒരു അഭിപ്രായ പ്രകടനത്തോട് പ്രതികരിക്കാൻ താല്പര്യമില്ല. ഇല്ല, കോൺഗ്രസിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഇപ്പോഴല്ല, ആദ്യം മുതൽ ഈ സംഭവം ഉണ്ടായ അന്ന് മുതൽ തന്നെ കേരളത്തിലെ കോൺഗ്രസ്, അന്ന് KPCC പ്രസിഡന്റ് ഞാനാണ്, അന്ന് പാർട്ടി എടുത്ത തീരുമാനം, ആ തീരുമാനത്തോടൊപ്പം തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹം പ്രതികരിച്ചത്. ശ്രീ PT തോമസിൻ്റെ ശക്തമായ നിലപാട്, അദ്ദേഹത്തിൻ്റെ സമരം, ഓരോ ഘട്ടത്തിലും UDF അതിജീവിതയ്ക്കോടൊപ്പമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റ് ഒരഭിപ്രായത്തിനും കാര്യമായൊരു പ്രസക്തിയുണ്ട് എന്ന് കരുതുന്നില്ല. കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ UDFും എന്നെന്നും അതിജീവിതയ്ക്കൊപ്പമാണ്. ഈ കാര്യത്തിൽ 100% അതിജീവിതയ്ക്കൊപ്പമാണ്. എന്തായിരിക്കും അങ്ങയുടെ ഒരു കാഴ്ചപ്പാട്? കാരണം ഇപ്പോൾ ഇന്ന് രാവിലെ ആശ്രയിലേക്ക് IPS ഒരു സർവേ ഫലം പ്രസിദ്ധീകരിച്ചു. അത് പിന്നീട് നീക്കം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിനൊന്നും യാതൊരു പ്രസക്തിയില്ല. കാരണം എന്താ വെച്ചാൽ കേരളത്തിലെ ജനങ്ങളും തിരുവനന്തപുരത്തെ ജനങ്ങളും എല്ലായിടത്തും BJPയുടെ കാര്യത്തിലും CPMന്റെ കാര്യത്തിലും തീർത്തും നിരാശരാണ്.
ഒരു കോൺഗ്രസ് MLA ഇപ്പോഴും ഒളിവിലാണ്, തിരിച്ചു വരാൻ നിൽക്കുകയാണ് UDF. അല്ല, കോൺഗ്രസ് MLA എന്ന് പറയാൻ വയ്യ. അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്നും പുറന്തള്ളിയതാണല്ലോ, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. അവിടെയാണ് കോൺഗ്രസിന്റെ പ്രസക്തി. കോൺഗ്രസിന്റെ ധാർമ്മികതയുടെ ശക്തമായ പ്രതിഫലനമാണ് അവിടെ കണ്ടത്. ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ എക്കാലത്തെയും നിലപാടാണ്. ആ നിലപാടുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് ആക്ഷേപം വന്ന സന്ദർഭം മുതൽ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. പിന്നീട് നിയമപരമായ നടപടിയിലേക്ക് നീങ്ങിയ പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രശ്നം സങ്കീർണമായ ആ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറന്തള്ളി. മറ്റൊരു പാർട്ടി കാണിക്കാത്ത ആ മാതൃകാപരമായ ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചത്. അവിടെയാണ് കോൺഗ്രസിന്റെ മേന്മ. അവിടെയാണ് കോൺഗ്രസിനെ മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ ജനങ്ങൾ കാണുന്നതും പിന്തുണയ്ക്കുന്നതും. ശശി തരൂരിന്റെ നിലപാടുകൾ പലപ്പോഴും പാർട്ടിയെ വെട്ടിലാക്കുന്നില്ലേ? ശശി തരൂരിന്റെ പലപ്പോഴും